നാളെ CPM-ന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങൾക്ക് തുടക്കമാണ്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ട യോഗമാണ്. സ്വാഭാവികമായും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ മറുവാക്കൊന്നും ഉയർന്നു വരും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അദ്ദേഹം ആകാൻ ഉദ്ദേശിക്കുന്നില്ല വാടക വീട്ടിലേക്ക് പോകുക എന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏതൊരു സർക്കാരിനും പ്രതിപക്ഷം ഹണിമൂൺ പീരീഡ് നൽകും, ഒരു 6 മാസം. അത് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണപക്ഷത്തിനെതിരെ എത്ര കരുത്തോടെ അടിക്കുന്നു, അതായിരിക്കും തിരിച്ചു വരാനുള്ള ആ പാർട്ടിക്കും ആ മുന്നണിക്കും ഉണ്ടാക്കി കൊടുക്കുന്ന ശേഷി. അത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന ചർച്ച കൂടി ആ പാർട്ടി നടത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. ബാലഗോപാലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ, അതോ പണ്ട് VS അച്യുതാനന്ദൻ ഇരിക്കുന്ന സമയത്ത് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കോടിയേരിയെ പ്രതിപക്ഷ ഉപനേതാവായി കൊണ്ടുവന്ന പോലെ മറ്റൊരു സംവിധാനം കൊണ്ടുവരുമോ പിണറായി വിജയനെ തന്നെ വെച്ചുകൊണ്ട്? എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മളൊരു 3 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. അല്ല, ഇതിൽ നോക്കൂ, ഒറ്റ കാര്യം മാത്രം, നമ്മുടെ KK ശൈലജയെ എവിടെ നിർത്തി, എങ്ങനെ മത്സരിപ്പിച്ചു എന്നുള്ള ഇതിലേക്ക് കൂടി പോകേണ്ടി വരുന്ന ഒരു ചർച്ചയായിരിക്കും ഫൈനലി ഇതെന്ന് മാത്രം എനിക്ക് പറയാം. നമുക്ക് വരേണ്ടി വരും.